ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ഇന്ത്യയിലെ മൈനോറിറ്റികൾക്ക് ഉള്ള ഒരു എതിർപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗുരുജി ഗോൾവൽക്കറുടെ ആ പ്രസിദ്ധമായ സിദ്ധാന്തമാണ്. അദ്ദേഹം പറയുന്നത്, ഈ നിങ്ങൾ ഹിന്ദു അല്ലാതായി മാറുമ്പോൾ നിങ്ങളുടെ ദേശീയത മാറുന്നു, നിങ്ങളുടെ നാഷണാലിറ്റി, നിങ്ങളുടെ ഇന്ത്യയോടുള്ള താല്പര്യം മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഇവരൊക്കെ ഇന്ത്യയുടെ ശത്രുക്കളാണ് എന്ന ഒരു സിദ്ധാന്തം. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു എന്നതുകൊണ്ടത് പിന്നെ മാറ്റാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ പിന്നെ RSSകാരും BJPക്കാരും ഒക്കെ പറയുന്നത്. എങ്ങനെയായിരുന്നാലും ആ ഒരു സിദ്ധാന്തം ഉപയോഗിച്ചാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ RSSും മറ്റും ശക്തമായ നിലപാടെടുക്കുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മളെ ഒക്കെ ബന്ധിപ്പിക്കുന്ന കണ്ണി നമ്മുടെ മതമൊന്നുമല്ല, മതമനുസരിച്ചല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതും, നമ്മുടെ പൈതൃകവും സംസ്കാരവും അതാണ് നമ്മളെ ബന്ധിപ്പിക്കുന്ന കണ്ണി. അതല്ലേ സത്യമായിട്ടുള്ള കാര്യം. ഇതിപ്പോൾ പറയാൻ വന്നത്, ഇവിടെ ശശി തരൂർ പിന്നെ എഴുതിയ ലേഖനം, അപ്പോൾ അത് അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് അത് ദോഷകരമായി ബാധിച്ചു എന്നുള്ള രീതിയിലാണ് പലരും പിന്നെ പറയുന്നത്. ഇപ്പം ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ, അത് ഈ ഹിന്ദുത്വ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന സംഘടനയാണ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട അത് RSSൻ്റെ ഒരു ലോബിയാണ് എന്ന് പിന്നെ പലരും ആക്ഷേപിക്കുന്നതാണ്. ഈ സെക്യുലർ അതുപോലെ തന്നെ കോൺഗ്രസ് അനുഭാവ സംഘടനകളൊക്കെ അവർക്കെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, എൻ്റെ ഒക്കെ ഒരു പഴയ പത്രപ്രവർത്തന രംഗത്തെ ഒരു പരിചയക്കാരിയാണ് തീർച്ചയായിട്ടും. പിന്നെ അറ്റോർണി സുഹാഗ് ശുക്ല, അവർ ദ പ്രിൻസ് എന്ന പിന്നെ പത്രത്തിൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ ഈ ശശി തരൂരിൻ്റെ ലേഖനം ദോഷമാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കാനല്ല നമ്മളിവിടെ ഇരിക്കുന്നത്, നമ്മൾ അമേരിക്കൻ പൗരന്മാരാണ്, അമേരിക്കയുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത് എന്ന് കരുതി നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ കാര്യങ്ങൾ, ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇന്ത്യയെപ്പറ്റി തെറ്റായ ധാരണകൾ പുലർത്തുക, ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യയിൽ പിന്നെ മറ്റ് കാര്യങ്ങളിൽ ഇന്ത്യക്കെതിരായ നടപടികളുണ്ടാവുക, പിന്നെ നിയമങ്ങളുണ്ടാവുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ ആളുകളെ പിന്നെ ബോധവൽക്കരിക്കുകയും അവർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇന്ത്യക്ക് വേണ്ടി ബാധിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ നിലപാടുകൾക്ക് അനുസൃതമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ കാര്യം. അത് ഇന്ത്യയിലുള്ളവർ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അതുപോലെ നമ്മൾ അമേരിക്കയിലുള്ളവർ അമേരിക്കൻ പൗരന്മാർ അമേരിക്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അവരത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതേതായാലും പിന്നെ എനിക്കിഷ്ടപ്പെടുകയും ചെയ്തു. കാരണം അതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. ഈ മതമനുസരിച്ചൊന്നും അല്ല നമ്മുടെ രാഷ്ട്രീയതയും നമ്മുടെ ദേശീയതയും നിലനിൽക്കുന്നത്. ഇവിടെ അമേരിക്ക നമ്മൾ ജീവിക്കുമ്പോൾ ഏത് മതക്കാരനാണ് പിന്നെ എന്നുള്ളതല്ല, ഏത് രാജ്യത്തു നിന്ന് വന്നതാണെന്നുള്ളതല്ല പ്രശ്നം, നമ്മൾ അമേരിക്കക്കാരനാണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മൾ പല കാര്യങ്ങളിലും ഈ പിന്നെ ഇന്ത്യക്കെതിരായ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കെതിരായ നടപടികൾ വരുമ്പോൾ ഇവിടെ ശക്തമായിട്ട് ഈ സംഘടനകൾ, അമേരിക്കയിലെ സംഘടനകൾ പ്രതിഷേധിക്കും, അവർ ഇടപെടും. അവർ പിന്നെ ഈ കോൺഗ്രസ് അംഗങ്ങളെയും അതുപോലെ തന്നെ ഭരണത്തിലുള്ളവരെയും ബോധവൽക്കരിക്കാനായിട്ട് ശ്രമിക്കും. ഉദാഹരണത്തിന് ഈ റിലീജിയസ് ഫ്രീഡം സംബന്ധിച്ച കമ്മീഷൻ ഇന്ത്യയെ സാങ്ഷൻ ചെയ്യണം, ഇന്ത്യയെ പിന്നെ അവരുടെ പട്ടികയിൽ പ്രത്യേക നിരീക്ഷണത്തിനുള്ള പട്ടികയിൽപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കാനും അതിനെതിരെ ബോധവൽക്കരിക്കാനും ഒക്കെ ഈ സംഘടനകൾ രംഗത്തുണ്ട്. അപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള ആ നടപടികൾ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ തന്നെ ഈ പാകിസ്ഥാനെ ഒരു ഭീകര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുന്നത് അത് പണ്ടത്തെ കാര്യമാണ്. ആ രീതിയിൽ പാകിസ്ഥാനെ മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ നമുക്ക് കഴിഞ്ഞു. പിന്നെ ഇവിടെ പല നിയമങ്ങൾ, ഇപ്പം കാസ്റ്റ്, ഈ ജാതി സമ്പ്രദായം സംബന്ധിച്ച് ഈ കാലിഫോർണിയയിൽ അവിടുത്തെ നിയമസഭ പാസ്സാക്കിയ നിയമം അത് ഗവർണറെ കൊണ്ട് വീറ്റോ ചെയ്യിക്കുന്നതിന് കഴിഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി മറ്റൊരു നിയമം കൂടി കാലിഫോർണിയ ഗവർണറുടെ പരിഗണനയിലുണ്ട്. അത് ട്രാൻസ്നാഷണൽ റിപ്രഷൻ എന്ന് പറഞ്ഞ്, അതായത് മറ്റു രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾ ഇവിടെ ജീവിക്കുന്ന ആളുകളെ ഉപദ്രവിക്കുക, ദ്രോഹിക്കുക. അതിപ്പോൾ ചൈനയാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അവർക്കിവിടെ പോലീസ് സ്റ്റേഷൻ വരെ ഉണ്ടെന്നാണ് പറയുന്നത്, രഹസ്യ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ആളുകളെ പീഡിപ്പിക്കാനായിട്ടൊക്കെ. അപ്പോൾ ഇവിടെ ആളുകളെ ഉപദ്രവിക്കുന്നു, ഇന്ത്യയും ഇവിടെ ആളുകളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നുള്ള അങ്ങനെ ആരോപണം ഖലിസ്ഥാൻവാദികളാണ് ഉന്നയിച്ചത്. ഈ കാനഡയിൽ നിജാറിനെ വധിച്ചത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ സംഘടനകൾ, ഇന്ത്യയുടെ സംഘടനയാണ് അത് ചെയ്തത് എന്നാണ് ഖലിസ്ഥാൻവാദികൾ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിലെ ഗുരുബത്വന്ത് സിംഗ് പന്നൂരിനെ വധിക്കാനായിട്ട് ഇന്ത്യൻ ചാരസംഘടനയൊക്കെ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലും ആരോപണം വന്നു. അപ്പോൾ അതിൻ്റെ പേരിലും അറസ്റ്റും ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് ആ ഒരു അത് പാടില്ല എന്ന് പറഞ്ഞാണ് നിയമം പാസ്സാക്കിയത്. പക്ഷേ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ ഫോറിൻ നാഷണൽസിനെ, ഈ ഫോറിൻ ഗവൺമെൻറ്റുകളെ ഇവിടെ സഹായിക്കുന്ന ആളുകൾ അവരെയും അവർക്കെതിരെയും നടപടികൾ വരാം, അവരെയും സംശയ ദൃഷ്ടിയോടുകൂടി വീക്ഷിക്കണം.
അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ഏതൊരു ഇന്ത്യക്കാരനെയും, പ്രത്യേകിച്ച് ഹിന്ദുക്കളെ, അവർ നോട്ടപ്പുള്ളികളായി മാറും. ഇവർ ഇന്ത്യയെ സഹായിക്കുന്നു അല്ലെങ്കിൽ ചാരസംഘടനയെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉന്നയിക്കാൻ പറ്റും. അപ്പോൾ ആ നിയമം പിന്നെ വീറ്റോ ചെയ്യണമെന്ന് പറഞ്ഞാണ് സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗവർണറോട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ സുശക്തമായിട്ട് ഇന്ത്യൻ സമൂഹം നിലകൊള്ളുന്നുണ്ട് എന്ന് കരുതി ഇന്ത്യൻ സമൂഹം എല്ലാ കാര്യങ്ങളിലും ഒരേ നിലപാടല്ല സ്വീകരിക്കുന്നത്. ഇപ്പം ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്. ആ എതിർക്കുന്നവർ പിന്നെ അവരുടെ നിലപാടുകൾ പിന്നെ അവർക്കാണ് കൂടുതൽ ശക്തി എന്നാണ് ഈ സുഹാഗ് ശുക്ല ലേഖനത്തിൽ പറയുന്നത്. അത് സത്യമാണോ എന്തോ, അത് അത്ര സത്യമാണെന്ന് തോന്നുന്നില്ല. അവർ പറയുന്നത് ഈ പല ഫൗണ്ടേഷനുകൾ, ഫോർഡ് ഫൗണ്ടേഷൻ, ടൈഡ്, അങ്ങനെ പല ഫൗണ്ടേഷനുകൾ ഇവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അവരെ പിന്നെ എണ്ണം കുറവാണെങ്കിലും അവരുടെ ശബ്ദം കൂടുതൽ മുഴങ്ങി കേൾക്കുന്നുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതൊന്നും അത്ര സത്യമാണെന്ന് എനിക്ക് കരുതാൻ കഴിയുന്നില്ല. പക്ഷേ ഇവർ പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് യോജിപ്പാണ് താനും. കാരണം അമേരിക്കയിൽ ജീവിക്കുമ്പോൾ അമേരിക്കയുടെ കാര്യങ്ങളാണ് അതാണ് നമ്മുടെ താല്പര്യം. അവിടെ അതല്ലാത്ത വേറൊരു താല്പര്യം നമുക്കില്ല. വേറൊരു രാജ്യം നമ്മുടെ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ അതേസമയം തന്നെ നമ്മുടെ മാതൃരാജ്യം എന്ന നിലയിൽ ഇന്ത്യയോടുള്ള ആ പ്രതിബദ്ധത, അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരം പിന്തുടരുന്നവർ എന്ന നിലയിലുള്ള നമ്മുടെ ആ നിലപാടുകൾ, ഇവയെല്ലാം പ്രധാനമാണ്. അതെല്ലാം നമ്മൾ നിലനിർത്തുകയും ചെയ്യുന്നു. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് നമ്മളിവിടെ ജീവിക്കുന്നു, അതനുസരിച്ച് ഉള്ള വ്യത്യാസമുണ്ടാവുകയും ചെയ്യുന്നു. അപ്പം തരൂര് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി ശബ്ദിക്കുക എന്നുള്ളതല്ല. അത് ഇന്ത്യയുടെ ഒരു പ്രോക്സി അല്ല നമ്മൾ. അതായത് ഇന്ത്യക്ക് വേണ്ടി ഒരാൾ, ഇപ്പം നമുക്കറിയാം ചില വോട്ടിങ്ങുകളിലൊക്കെ പ്രോക്സിയെ നിയമിക്കും. അതായത് ഒരാൾ വന്നില്ലെങ്കിൽ അയക്ക് പകരം വേറൊരാൾ വോട്ട് ചെയ്യാനായിട്ട് അനുവദിക്കും എന്ന് പറഞ്ഞ പോലെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോക്സി ഒന്നും അല്ല നമ്മൾ, അതിന് വേണ്ടിയിട്ടൊരു പകരക്കാരൊന്നുമല്ല നമ്മൾ. പക്ഷേ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി വാദിക്കുന്നത് അത് ഇന്ത്യക്കാരെന്ന നിലയിലും അമേരിക്കക്കാരെന്ന നിലയിലുമാണ്. ആ അമേരിക്കൻ താല്പര്യങ്ങളെ ബലികടിച്ചുകൊണ്ടല്ല എന്നാണ് അവർ സമർത്ഥിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പറയുന്ന ചില കാര്യങ്ങളൂടെയുണ്ട്. ഈ ഇന്ത്യ ലോബിയിസ്റ്റുകൾക്ക് വാഷിംഗ്ടണിൽ ലോബിയിങ് ആണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അവരാണല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഏതാണ്ട് ഒരു മാസം $2.25 ലക്ഷം ഇന്ത്യ ചെലവഴിക്കുന്നത്. പാകിസ്ഥാൻ 6 ലക്ഷം ഡോളർ ചെലവഴിക്കുന്നുണ്ട് ഓരോ മാസം. അപ്പോൾ ചൈന എത്രയോ മില്യൺ ചെലവഴിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഇവിടെ സ്വാധീനിക്കാനായിട്ടൊക്കെ മറ്റ് ഗവൺമെൻറ്റുകൾ ഒക്കെ ശ്രമിക്കുന്നു. പക്ഷേ ഇന്ത്യ ആ രംഗത്ത് പിന്നിലാണ്. അതുപോലെ തന്നെ പല ഗവൺമെൻറ്റുകൾ ഇപ്പം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല. ഇപ്പോൾ റോഡ്സ് സ്കോളർഷിപ്പ് അല്ലെ മാർഷൽ സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഈ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് എക്സ്ചേഞ്ച് വിസിറ്റേഴ്സ്, ഇവിടുന്ന് അറിയാം പത്രക്കാരെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള പരിപാടികൾ ഇതൊന്നും ഇന്ത്യ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു ഇന്നോവേറ്റീവായിട്ടൊരു കാര്യവും ചെയ്യാറില്ല. ഇവിടുന്ന് കുറേ പത്രക്കാരെ കൊണ്ട് അവിടെ ഇലക്ഷൻ നടക്കുമ്പം നമുക്കറിയാം, ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ നാട്ടിൽ നിന്ന് പത്രക്കാരൊക്കെ ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഇവിടെ ഇലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട്. എന്തുകൊണ്ട് ഇവിടുന്ന് കുറേ പത്രക്കാരെ ഈ നാട്ടിൻ്റെ ഇലക്ഷൻ നടക്കുകയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയിക്കൂടാ? അല്ലെങ്കിൽ ഇവിടുത്തെ പിള്ളേർക്ക് അവിടെ പഠിക്കാനായിട്ട് സ്കോളർഷിപ്പുകൾ കൊടുത്തുകൂടാ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നോവേറ്റീവായിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സർക്കാരോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഇവരാരും മുതിരാറില്ല. എന്നിട്ട് ഈ അമേരിക്കയുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല. കുറയാതിരിക്കാനായിട്ട് നോക്കണം. ആ പീപ്പിൾ ടു പീപ്പിൾ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് നമ്മൾ ശ്രമിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തരൂരിൻ്റെ ലേഖനം നമുക്ക് ഇന്ത്യക്കാർക്ക് ഇവിടെയുള്ള ഇന്ത്യക്കാർക്ക് അമേരിക്കയോട് യാതൊരു താല്പര്യമില്ല എന്നാണ് നമ്മുടെ ഈ പാംബെ കൗൺസിലർ ലാങ്വിൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കരുത്തു പകരുന്നതാണ് ഇവിടെയുള്ളവർ. അമേരിക്കയോടല്ല താല്പര്യം, ഇന്ത്യയോടാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ അത്തരം ആരോപണത്തിന് ഒരു വഴിവെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ഒരു താല്പര്യം അതിനോടുള്ള ഒരു നിലപാട്, അനുകൂലമായ ഒരു നിലപാടുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ദോഷകരവുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളെ നോട്ടപ്പുള്ളികളായിട്ട് കാണാനും ഈ ഇന്ത്യക്കാരെല്ലാം ഇങ്ങനെ ഇന്ത്യക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള തെറ്റായ ഒരു നിലപാട്, തെറ്റായ ഒരു ധാരണ ഉണ്ടാക്കുന്നത് ഒരിക്കലും ശരിയല്ല.